പാർലമെന്റ് ആക്രമണത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ആക്രമണത്തിന്റെ സൂത്രധാരൻ ലളിത് ഷായുടെ കൂട്ടാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് ലളിത് ഷാ പോലീസിന് മൊഴി നൽകി. അതേസമയം ആക്രമണം പാർലമെന്റിലടക്കം പുനരാവിഷ്കരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുഖ്യപ്രതി ലളിത് ഷായെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ രാത്രിയാണ് കർത്തവ്യപഥ് സ്റ്റേഷനിലെത്തി പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലളിത് ഷാ കീഴടങ്ങിയത്. ആക്രമണം നടത്തിയ 4 പ്രതികളുടെയും മൊബൈൽ ഫോൺ രാജസ്ഥാനിൽ വെച്ച് കത്തിച്ചു കളഞ്ഞുവെന്നാണ് ലളിത് ഷാ പോലീസിന് നൽകിയ മൊഴി. ലളിതിന് സഹായം ചെയ്ത രാജസ്ഥാൻ സ്വദേശികളായ മഹേഷ്, കൈലാഷ് എന്നിവരെ സ്പെഷ്യൽ സെൽ കസ്റ്റഡിയിലെടുത്തു. മഹേഷ് ആക്രമണത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ വീട്ടുകാർ എതിർത്തതുകൊണ്ട് മാത്രം നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ലളിതിനെയും കൂട്ടാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച സാഗർ ശർമ്മ, മനോരഞ്ജൻ, അമോൽ ഷിൻഡെ, നീലം എന്നിവരെ ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ്. ജസ്റ്റിസ് ഫോർ ആസാദ് ഭഗത് സിംഗ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ആശയങ്ങളിൽ പ്രതികൾ ആകൃഷ്ടരായി എന്നാണ് സൂചന. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ആളുകളെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അറസ്റ്റിലായവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നു. ലളിത് ഷാ പ്രവർത്തിച്ചിരുന്ന കൊൽക്കത്തയിലെ NGOയും അന്വേഷണ പരിധിയിലുണ്ട്. NGOയുമായി ബന്ധമുള്ള നീലാകാശ് ഐഷിനെ സ്പെഷ്യൽ സെൽ ചോദ്യം ചെയ്തു. പ്രതികൾ ദില്ലി സദർ ബസാറിൽ നിന്ന് ദേശീയ പതാക വാങ്ങിയതായും കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ആക്രമണം പാർലമെന്റിലടക്കം പ്രതികളെ എത്തിച്ച് നാളെയോ മറ്റന്നാളോ പുനഃസൃഷ്ടിക്കും. 2 പേർ എങ്ങനെ പാർലമെന്റിനകത്ത് കടന്നുകയറി അതിക്രമം നടത്തി എന്നത് കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൈരളി ന്യൂസ്, ദില്ലി.